നമ്മളെല്ലാവരും ഏറ്റവും കംഫർട്ടബിളും സന്തോഷവും സമാധാനത്തോടും കൂടി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ബെഡ്റൂമാണ്, കിടപ്പുമുറി. എന്നാൽ നമ്മുടെ കിടപ്പുമുറിയുടെ ആ ഒരു അന്തരീക്ഷം നശിപ്പിക്കുന്ന, നമ്മുടെ സമാധാനവും സന്തോഷവും നശിപ്പിക്കുന്ന ചില വിഷങ്ങളുണ്ട്. അവയെ നിങ്ങളുടെ ബെഡ്റൂമിൽ നിന്നും എടുത്തു കളയണം. ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ എടുത്തെറിയണം എന്നായിരിക്കും. അല്ല, അതല്ല പറയാൻ പോകുന്നത്. ഒന്നാമത്തത്, നിങ്ങളുടെ പഴയ തലയണ, ഓൾഡ് പില്ലോ മുറിയിൽ നിന്നും എടുത്തു മാറ്റുക. പരമാവധി 1 വർഷത്തിൽ കൂടുതൽ പഴയ തലയണ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയിൽ നിന്നും പൊടിഞ്ഞു വീഴുന്ന ഡെബ്രിസും വേർപ്പ് കണികകളും എല്ലാം അതിനകത്ത് ഡസ്റ്റ് മൈറ്റ്സ് ഉണ്ടാക്കും. പലപ്പോഴും നിങ്ങൾക്ക് വിട്ടുമാറാതെ ചൊറിച്ചില്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മല്, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിൽ വരുന്ന ചൊറിച്ചിലിനും ബുദ്ധിമുട്ടുകൾക്കും എല്ലാം ഇത് പ്രധാന കാരണമാകുന്നുണ്ട്. അസുഖങ്ങളും അലർജിയും വിട്ടുമാറുന്നില്ലെങ്കിൽ ഈ തലയണയാണ് ഒന്നാമത്തെ വിഷം. രണ്ടാമത്തത്, നിങ്ങൾ ബെഡ്റൂമിൽ നല്ല സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എയർ ഫ്രഷ്നറുകളാണ്. എയർ ഫ്രഷ്നറുകൾക്കകത്ത് താലേറ്റ്സ് എന്ന് പറയുന്ന രാസവസ്തു ഉണ്ട്. ഇത് നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഒരു മണം നൽകാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് അപകടകരമാണ്. ഇവ ഉപയോഗിക്കുന്നത് ഒന്ന്, നിങ്ങൾക്ക് റെസ്പിറേറ്ററി ഇഷ്യൂസ്, വിട്ടുമാറാതെ ചുമ, ജലദോഷം, തുമ്മൽ, ആസ്മ രോഗം പോലുള്ളവ ഉണ്ടാക്കുന്നുള്ളത് മാത്രമല്ല, പതിവായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിലുള്ള ഹോർമോണുകളുടെ പ്രവർത്തനത്തിനെ താളം തെറ്റിക്കുന്നതിനും, അത് തൈറോയിഡ്, പെൺകുട്ടികൾക്കെല്ലാം പീരീഡ്സിന്റെ പ്രോബ്ലം വ്യത്യാസം വരുന്നതിന് കാരണമാകും. ഈ എയർ ഫ്രഷ്നറുകൾ എടുത്ത് മുറിക്ക് പുറത്ത് എറിയുക. മൂന്നാമത്തത്, 10 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ബെഡുകളാണ്. പലപ്പോഴും നമ്മളൊരു ബെഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആയുഷ്കാലം ഉപയോഗിക്കുന്നവരുണ്ടെന്നാൽ 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ബെഡുകൾക്കകത്ത് അവയ്ക്കകത്തുള്ള ചകിരിയും മെത്തയ്ക്കും എല്ലാം പൊടിഞ്ഞിട്ട് ചെറിയ കംപ്രഷനുകൾ ഉണ്ടാകുകയും പലപ്പോഴും നിങ്ങൾക്കിത് നടുവേദന, നിങ്ങൾക്ക് ശരീരം വേദന, തലവേദന, തല കറക്കം പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതിനും കാരണമാകും. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ബെഡെല്ലാം ഉപയോഗിക്കാം, 10 വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. ഈ ഇൻഫർമേഷൻ എല്ലാ കുടുംബത്തിന്റെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യൂ.